കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയ ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടു പോകുമ്പോൾ തിമേയൂസിന്റെ പുത്രനായ ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസായനായ യേശുവാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം ദൂരെയെറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശാലത്തെയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ യേശുവിൻ്റെ കരുണ ലഭിച്ച ഒരു വ്യക്തിയാണ് ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ. ഈ ബർത്തിമേയൂസിന് തൻ്റെ പരിമിതികൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എങ്കിലും അവനെ സംബന്ധിച്ച് തൻ്റെ കാഴ്ച വീണ്ടും കിട്ടണം എന്ന ആഗ്രഹം അവൻ്റെ ഉള്ളിൽ ഉദിക്കുകയുണ്ടായി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. കാരണം മറ്റുള്ളവരെ പോലെ എനിക്കും കാണണമെന്ന ആഗ്രഹം അവൻ്റെ മനസ്സിൽ ജനിച്ചപ്പോൾ അവൻ കേൾക്കുന്ന ഒരു പേരാണ് യേശു, നസായനായ യേശു എന്ന പേര്. ഒത്തിരിയേറെ അത്ഭുതകൃത്യങ്ങൾ ഇതിനോടകം പ്രവർത്തിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് താൻ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ബർത്തിമേയൂസിന് വളരെ ആഗ്രഹം തോന്നി ആ വ്യക്തിയെ ഒന്ന് കാണണം. അവൻ്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും തനിക്ക് കാഴ്ച വീണ്ടും കിട്ടും എന്ന ഒരു വിശ്വാസം പതിയെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും അത് അവൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നസായനായ യേശുവാണ് ജെറീക്കോയിലൂടെ കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് അവൻ ഉറക്കെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, ജെറീക്കോ നിവാസികളുടെ പ്രതികരണം ആദ്യം വളരെ മോശമായ ഒന്നായിരുന്നു. അവരെ സംബന്ധിച്ച് ഈ അന്ധയാചകനായ ബർത്തിമേയൂസിൻ്റെ കരച്ചിൽ അല്ലെങ്കിൽ നിലവിളി അവർക്ക് ഒരു അസൗകര്യമായിട്ട് തോന്നി. വല്ലാത്തൊരു ശല്യമാണല്ലോ, അവരോട് മിണ്ടാതിരിക്കൂ, നിശബ്ദനായിരിക്കൂ എന്ന് അവനെ ശകാരിക്കുന്ന ജെറീക്കോ നിവാസികളെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുക. അവരെല്ലാവരും തന്നെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ സമീപിക്കുകയും യേശുവിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ അന്ധനായ ബർത്തിമേയൂസ് തൻ്റെ ആവശ്യത്തിന് വേണ്ടി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവൻ്റെ നിലവിളി കേൾക്കുവാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഇതൊരു ശല്യമാണല്ലോ എന്ന് കരുതി അവരോട് മിണ്ടാതിരിക്കൂ, നിശബ്ദനായിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നിരുത്സാഹപ്പെടുത്തുന്ന ജെറീക്കോ നിവാസികളെയാണ് നമ്മൾ ആദ്യം കാണുക. എന്നാൽ എല്ലാവരുടെയും നിലവിളി കേൾക്കുന്ന കർത്താവ് അവൻ്റെ കരച്ചിൽ കേൾക്കുകയുണ്ടായി. ആ അന്ധയാചകന്റെ ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ നിലവിളി കേട്ടപ്പോൾ യേശു അവിടെ നിൽക്കുകയാണ്. ജെറീക്കോ നിവാസികൾ തന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടും തൻ്റെ ഏക പ്രതീക്ഷ നസായനായ യേശുവാണ് എന്ന തിരിച്ചറിവിൽ അവൻ ഉറക്കെ നിലവിളിച്ച് അപേക്ഷിച്ചപ്പോൾ ആ പ്രാർത്ഥന തീർച്ചയായും കർത്താവിൻ്റെ ചെവികളിലെത്തി. അവൻ അവിടെ നിന്നു, അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്ന് അവരോട് കൽപ്പിച്ചു.
പ്രിയമുള്ളവരെ, അതുവരെ ജെറീക്കോ നിവാസികളുടെ പ്രതികരണം അവരെ നിരുത്സാഹപ്പെടുത്തുക എന്നതായിരുന്നു എങ്കിൽ പിന്നീട് കാണുക അവരോട് പറയുന്നത് ഇപ്രകാരമാണ്: ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്ന ജെറീക്കോ നിവാസികളുടെ പ്രതികരണം അറിയാതെ പുതിയ രീതിയിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുക. അവനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് നീ ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. അതുവരെ അവനോട് നീ നിശബ്ദനായിരിക്കൂ, ഇതൊരു ശല്യമാണല്ലോ എന്ന് പറഞ്ഞ ജെറീക്കോ നിവാസികൾ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതാ യേശുവാണ് നിന്നെ വിളിക്കുന്നത്, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കൂ, നിന്റെ പ്രാർത്ഥന യേശു കേൾക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. നമ്മുടെ ഈ മുമ്പിൽ ഒത്തിരിയേറെ ആളുകൾ ഇതുപോലെ കരഞ്ഞ് നിലവിളിച്ച് വരുമ്പോൾ ഈ ജെറീക്കോ നിവാസികളെ പോലെ നമ്മളും പ്രതികരിക്കാറുണ്ട്. അതേസമയം മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ പ്രതികരണം പതിയെ മാറുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. നമ്മൾ പതിയെ അവരെ പ്രോത്സാഹിപ്പിക്കും. നീ പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതേസമയം പ്രിയമുള്ളവരെ, അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, യേശുവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവിടെ ആത്മാർത്ഥത കൂടി ഉണ്ടായിരിക്കും എന്ന് തിരിച്ചറിയുക. ഇവിടെ യേശു അവൻ്റെ നിലവിളി കേട്ടു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ ജെറീക്കോ നിവാസികൾ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നീ ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ഒരു കാര്യം കേട്ടപ്പോൾ തനിക്ക് ഏക ആശ്രയമായിരുന്ന ആ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി എന്നാണ് തിരുവചനം നമ്മോട് പറയുക. ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന്. യേശുവിൻ്റെ ആ വിളിക്ക് വേണ്ടി അവൻ എത്രമാത്രം കൊതിച്ചിരുന്നു എന്ന് അവൻ്റെ ആ പ്രതികരണത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ഏക ആശ്രയമായ ആ പുറങ്കുപ്പായം പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കുതിച്ചു ചാടി എത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ യേശുവിനെ സമീപിക്കുമ്പോൾ നീ എല്ലാം ഉപേക്ഷിക്കുക. ധനികനായ യുവാവ് യേശുവിനെ സമീപിച്ച് നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ യേശു അവന് കൊടുത്ത മറുപടി, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം എന്നെ അനുഗമിക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ പറഞ്ഞത് ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വിഷമതയോടെ അവൻ തിരികെ പോയി എന്നാണ് തിരുവചനം പറയുന്നത്. ഇവിടെ ബർത്തിമയോസ് തൻ്റെ ഏക ആശ്രയമായിരുന്ന ആ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞുകൊണ്ട് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, യേശുവിനെ സമീപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ വലിച്ചെറിയുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ യേശുവിനെ സമീപിക്കുവാൻ എന്നെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ പക്കലെത്തുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. പ്രിയമുള്ളവരെ, ബർത്തിമയോസ് ഇതുപോലെ പ്രതികരിച്ചപ്പോൾ യേശു അവനോട് ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവന് തൻ്റെ ആഗ്രഹം വെളിപ്പെടുത്താനുള്ള ഒരു അവസരം യേശു നൽകി. യേശുവിന് അറിയാമായിരുന്നു അവൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ അവൻ്റെ വായിൽ നിന്ന് കേൾക്കുവാൻ തന്നെ യേശു ആഗ്രഹിച്ചുകൊണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറയുന്നുണ്ട്, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അവിടെ കാഴ്ച വീണ്ടും കിട്ടട്ടെ എന്നല്ല യേശു മറുപടി പറഞ്ഞ, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന കർത്താവ് അവൻ നോക്കുക നമ്മുടെ വിശ്വാസത്തിലേക്കാണ്. നമ്മൾ വിശ്വാസത്തോടെയാണോ അവനെ സമീപിക്കുന്നത്? തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ നിമിഷം തന്നെ മറ്റൊന്നും ചോദിക്കാതെ അവൻ നമ്മുടെ ജീവിതത്തിൽ അത് നൽകും. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.